ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുംറൈഡ്സ്. നല്ല മഴക്കാലമാണ്, വീട്ടിൽ നിന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാർ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മറയൂര്, ചിന്നാറ്, ഉടുമൽപേട്ട, പൊള്ളാച്ചി, നമ്മൾ പിന്നെ മലക്കപ്പാറ വഴി അതിരപ്പള്ളി, ചാലക്കുടി, തിരിച്ചു വീട്ടിലോ. ഇതാണ് പ്ലാൻ. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയിലൂടെ. കർണജാ, നമ്മൾ എങ്ങോട്ട് പോവാ? ആഹാ, അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടി കേട്ടോ. നമ്മൾ ഈ വളവനാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിനടുത്ത് തന്നെയായിട്ട് നമ്മുടെ കാട്ടുപോത്തൊരു മൂന്നല്ല അപ്പുറത്തേക്ക് വേറെ ഉണ്ട്. അങ്ങനെ ഒരു 4-5 കണ്ടു. അടിപൊളി. കാണുന്നൊക്കെ ചന്ദ്രമാണ് കേട്ടോ. ഒരുപാട് പേര് ഒപ്പിയെടുത്തിട്ട് പോയുള്ള വീഡിയോ. കാട്ടുപോത്തിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആരായിരുന്നു ഉണ്ടായിരുന്നേ? നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ മലയണ്ണാനെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. മലയണ്ണാനാണ്ട് മരത്തേരിപ്പുണ്ട്. അവിടെ ഒന്ന് സൂം ചെയ്യേണ്ടതായിട്ട് ഒരുപാട് ഞാൻ കണ്ടു വേണ്ട തയ്ക്കുന്നു. അവനവിടെ ഇരുന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു സുഖമായിട്ട്. ഇത് കണ്ടോ, ഇതേ മലയണ്ണാനാണ്. ആ കണ്ണു തുറന്നിട്ടുണ്ടോ ഡാസു? അതാണ് മലയണ്ണാൻ. ഇനി കാണാൻ പോകുന്ന മലയണ്ണാനായിരിക്കും എന്ന് പറഞ്ഞു തീർന്നില്ല. ഫസ്റ്റില് തന്നെ അവനെ കണ്ടേ. പക്ഷെ ഇന്ന് യോഗമുണ്ട്. പോത്തെ തുടങ്ങിയതാട്ടോ, കാട്ടുപോത്തെ തുടങ്ങി. മലയണ്ണാനെ നമ്മളിനി പോകാൻ പോകുന്ന ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാ. അത് പൊളിക്കും. അതെന്ന് വെച്ചാല് മഴ നിഴൽ പ്രദേശമാണ്, ഒരിക്കലും മഴ പെയ്യില്ല. ഫുൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. അവിടെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്പോട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഞങ്ങൾ മറയൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് തീരുമാനം. എല്ലപ്പോഴും ഇതിലേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വരണ്ട അല്ലേ? പിന്നല്ല, ഇതൊക്കെ അറിയണ്ടേ. ഗോവയ്ക്ക് പോയാൽ കിട്ടുന്ന സുഖമല്ല ഇതിലെ പോകുന്ന സുഖം. പിന്നെ നമ്മൾ കാണുന്ന ഒരു മയിലിനെ കേട്ടോ. അവൻ നമ്മുടെ വണ്ടി കണ്ടത് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടുന്ന് പയ്യെ വനത്തിൽ കൂടെ അങ്ങ് പോകുന്ന ഒരു സീനായിരുന്നു. ഏതായാലും ഇനിയും കൂടുതൽ പ്രതീക്ഷകളോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണുന്നത് നമുക്ക് വഴിയെ നോക്കാം. പിന്നീട് കാണുന്നത് നല്ല അടിപൊളി സുന്ദര കുട്ടപ്പന്മാരായ നമ്മുടെ പൂർവികന്മാരെ കേട്ടോ. ഇവന്മാർ ഭയങ്കര ഐശ്വര്യം കേട്ടോ. സിംഹവാലനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ ഏതായാലും ഇവന്മാർ ഭയങ്കര ആക്റ്റീവാണ്. ആ മരത്തേലോട്ടുള്ള ചാട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കേരളം വിടുക കേട്ടോ. കേരളം തീരാൻ പോവാണേ. ഇവിടെ തീർന്നു ബോർഡർ. ഇവര് പെട്ടെന്ന് ചാടി മാനെന്നൊക്കെ പറഞ്ഞെങ്കിലും മാനല്ലായിരുന്നു കേട്ടോ. അത് ഒരു കേഴയുടെ കുഞ്ഞായിരുന്നു അത്. ഫർണജോ, നമ്മളിപ്പോ മൊത്തം എത്ര ജീവികളെ കണ്ടു? ഏതൊക്കെ ജീവികളെ കണ്ടു ഒന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടത് നമ്മൾ പ്രതീക്ഷിച്ചത്രയും സൈറ്റിങ് നമ്മുടെ ചിന്നാറിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ താഴോട്ടിറങ്ങിയപ്പോൾ തമിഴ്നാടിൻ്റെ റോഡിലോട്ട് കിടന്നപ്പോൾ 2 സൈഡിലും പുളികളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയല്ലേ. നല്ല കിടുക്കാച്ചി പേരയ്ക്ക. കിലോ 80. ഓക്കെ, 1 കിലോ. നമ്മൾ ചുമ്മാ പേരയ്ക്കത് നല്ല ടേസ്റ്റ് ഇല്ല. ഇത് കട്ട് ചെയ്ത് കുറച്ച് മസാലയൊക്കെ പോട്ടടിച്ച് കഴിഞ്ഞാൽ കിടുക്കാച്ചി സെറ്റ്. എന്നാ അടിയാ നിൽക്കും, മാട്ട അടിയാ. അങ്ങനെ നമ്മള് ഉടുമൽപേട്ട് പോകാതെ പൊള്ളാച്ചിക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ച് നേരെ പൊള്ളാച്ചിക്ക് പോകണ്ട, ഇവിടെ നിന്ന് തിരിഞ്ഞു. ഇതായിരുന്നു സ്ഥലം പേര് കുറിച്ചിക്കോട്ടെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ ഇടയിലൂടെ 40 ഹെയർ പിന്നുകൾ പിന്നിട്ട ശേഷം വേണം നമുക്ക് വാൽപ്പാറയിലെത്താൻ. വാൽപ്പാറയിൽ നിന്ന് നേരെ മലക്കപ്പാറ, പിന്നെ വാഴച്ചാൽ, ആതിരപ്പള്ളി, അങ്ങനെയാണ് ഈ റൂട്ട്. പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ ആളിയാർ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാമുണ്ട് ഇവിടെ. അതിൻ്റെ തൊട്ടടുത്ത് വന്നതാണ്. അപ്പോൾ
ഇവിടെ നല്ല പൈനാപ്പിളൊക്കെ ചെത്തി അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. അത് ഒരെണ്ണം എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് അന്ന? എങ്ങനെയുണ്ട് പൈനാപ്പിള്? പൈനാപ്പിൾ കഴിച്ചില്ല. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പൈനാപ്പിളിനേക്കാൾ ഒത്തിരി നല്ല കേട്ടോ. അത് അവിടുന്ന് വരുന്ന നശിപ്പിച്ചല്ലോ, എന്തിനാവശ്യമില്ലാണ്ടൊക്കെ ചോദിക്കുന്നത്. എടായി കഴിക്കുമോ അത്? സ്റ്റാർ ഫ്രൂട്ട് പുളിയല്ലെന്നാ പറഞ്ഞു, മധുരം എന്ന് പറഞ്ഞു. ഇത് കണ്ടോ നിങ്ങളെല്ലാരും? മങ്കി ഫാൾസ് അപ്പൊ നമ്മള് ടൈഗർ റിസർവ് പൊള്ളാച്ചിയിലോട്ട് കേറുകയാണ് കേട്ടോ. ഇവിടുന്ന് 6 മണിക്ക് ശേഷം നമുക്ക് എൻട്രി ഇല്ല. 6 മണിക്ക് മുമ്പ് ഇറങ്ങുകയും ചെയ്യണം തിരിച്ചു വരുവാണെങ്കിൽ. നമ്മളിവിടെ കൗണ്ടറിൽ നിന്ന് ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്ക് 30 രൂപ വെച്ചും പിന്നെ വണ്ടിക്ക് 50 രൂപ. നമ്മൾ എൻട്രി ചെയ്തെങ്കിൽ കയറുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആലിയാർ ഡാം. നമ്മൾ അവിടുന്ന് താഴേന്ന് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചില്ലേ, അത് ആ ഭാഗത്തു നിന്നും ആണ് എൻട്രി. ഈ ഡാമിന്റെ കെട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അകലെ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ ഇരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ചിരകാല സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. എന്തിനാ പോയത്? വാൽപ്പാറ. അപ്പൊ ഗൈസ് നമ്മളുണ്ടല്ലോ പയ്യെ കാട്ടിലോട്ട് കയറുവാണ്. ഇനി വല്ല ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറായിട്ടിരിക്കണമല്ലോ. അപ്പൊ നമ്മുടെ 500 mm ലെൻസ് ഉണ്ടായിരുന്നു, അവനെയൊക്കെ പയ്യെ തള്ളി കയറ്റി റെഡിയാക്കി എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് അങ്ങ് ഇരിക്കാം. അപ്പം വല്ലതും കാണുവാണെങ്കിൽ ക്ലിക്ക് 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 ക്ലിക്ക്. പറഞ്ഞ് തീർന്നില്ല, അന്നേരം തന്നെ ഒരു ഉടുമ്പിനെ കേട്ടോ കാണുന്നത്. അവൻ വളരെ ശാന്തനായിട്ട് ക്രോസ് ചെയ്ത് പിന്നെ അവസാനം വണ്ടി ഇച്ചിരി മൂവ് ചെയ്തപ്പോഴത്തേനും അവൻ ആ പള്ളക്കകത്തേക്ക് ചാടി അങ്ങ് പോയി ഉള്ളിലേക്ക്. ഈ വാൽപ്പാറയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും റീൽ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ അത്. പോകുന്ന വഴിയിൽ ഇതുപോലെ മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് അധികം നേരം നിൽക്കുന്നില്ല. നമ്മൾ ഓരോ വളവ് തിരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 40 ഹെയർ പിന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ വാൽപ്പാറ ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മറയൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത്രയും സമയമായി നമുക്ക് അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ഭക്ഷണവും കഴിച്ച് പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഷോളയാർ ഡാമാണ്. അപ്പം ഷോളയാർ ഡാം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷേ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നാണ് അവസരം കിട്ടിയത്. ഏതായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയപ്പം ബൈക്കിനൊക്കെ പോയ സമയത്ത് അവർ പറയണമെന്ന് വെച്ചാൽ ഈ ഡാമിൻ്റെ ആ വെള്ളം ചാടുന്ന സ്ഥലത്ത് ഷട്ടറിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് കാണാൻ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് തന്നെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ തന്നെ കേരള ബോർഡറിലോട്ട് കയറി കേട്ടോ. തമിഴ്നാട് ഇവിടെ തീരുവാണ്. നമ്മൾ കേരള ബോർഡർ കൃഷ്ണേട്ടൻ്റെ കട എന്നൊക്കെ പറഞ്ഞ് മലയാളം ബോർഡൊക്കെ കണ്ടു. ഇനിയുള്ള യാത്രയാണ് ഏറ്റവും സാഹസികവും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള ഒരു യാത്ര. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വനത്തിലില്ലാത്ത ജീവികളൊന്നുമില്ല. സാധാരണ പുലി തൊട്ട് കരിമ്പുലി, വളരെ റെയറായിട്ടുള്ള കരിമ്പുലി വരെ ഈ വനത്തിലുണ്ട്, കണ്ടവരുണ്ട്. അതുപോലെ ആനയുടെ ശല്യം എപ്പോഴും തന്നെ റോഡിൽ ആന കാണാവുന്നതാണ്. അപ്പം നമ്മൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ മൃഗങ്ങളെ ഒന്നും കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. കാരണം നമ്മളിത് കാണാമെന്നൊക്കെ ഓർത്ത് വന്നാൽ, പക്ഷേ എങ്കിൽ അവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന റോഡിൽ വണ്ടി തടഞ്ഞു നിർത്തുകയും കുത്തി ബോണറ്റൊക്കെ കുത്തി തുളച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ആൾക്കാർ ഇറങ്ങി ഓടി അടുത്ത വണ്ടി കയറുകയൊക്കെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായി, ന്യൂസിലേക്ക് വന്നതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അതുപോലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള വഴികളാണ്. മാത്രമല്ല 2 വണ്ടിക്ക് കഷ്ടിയാണ് ഈ റൂട്ടിൽ കൂടി പോകാവുന്ന വീതി കഷ്ടിയാണ് ഉള്ളത്. നമ്മൾ സൈഡ് ഒക്കെ കൊടുത്ത് ഇറക്കി റോഡിൽ നിന്ന് ഇറക്കണം, ഭയങ്കര എഡ്ജാണ് റോഡിന്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹസികമായ ഒരു യാത്രയാണ് ഈ വഴിയിലൂടെ ഉള്ളത്. എടാ അവസു, വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല, നമ്മളെ പറ്റിച്ച് കളഞ്ഞു അല്ലേ? ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്ന സ്ഥലത്ത് ആന പിണ്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ആനയെ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആന പാസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. പിന്നെ മുന്നോട്ട് പോയ വഴിയിൽ കാണുന്ന ഒരു കരിങ്കുരങ്ങിനെയാണ് കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ടത് ഓടി മരത്തിലോട്ട് ചാടി വേറെ കയറി രക്ഷപ്പെട്ടു പോയത്. അധികം നമുക്ക് ഫേസ് തന്നില്ല. പിന്നെ കാണുന്ന ഒരു മയിലാണ്. ഇതുവരെ നമ്മൾ മറയൂരിൽ നിന്നൊക്കെ കണ്ട മയിലിനേക്കാളും ഒക്കെ കുറച്ചും കൂടി വലിപ്പവും. നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നത് വാഴച്ചാൽ വരെ എത്തി. മൃഗങ്ങളെ ഒന്നും തന്നെ കാര്യമായി സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല.
എന്താണെന്നറിയില്ല, നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പം സാരമില്ല, ഇനി അടുത്ത വരവിൽ അത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആതിരപ്പള്ളിയാണ് എത്താനുള്ളത്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററോടെ പോയാൽ ആതിരപ്പള്ളി എത്തും. അപ്പോൾ ഈ വാഴച്ചാലിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത്. ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് അതിഭീമമായ മറ്റൊരു വെള്ളച്ചാട്ടം, നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. ഒരുപാട് സിനിമകളിലും ബാഹുബലി പോലുള്ള ഒരുപാട് സിനിമകളിലൊക്കെ ഇടം തേടിയിട്ടുള്ള ഈ വെള്ളച്ചാട്ടം നമുക്കും ഒരു വീഡിയോ ആക്കാൻ പറ്റി. കാര്യമായുള്ള വീഡിയോകളൊന്നും ഇനി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ലൈറ്റ് പോയി. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര നല്ല മിസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ഭയങ്കര രസമാണ്. വന്ന് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ടാസ്ക് അതിഗംഭീരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നും മൂന്നാർ കൂടി മറയൂര് ചുറ്റി പൊള്ളാച്ചി, അതിനുശേഷം വാൽപ്പാറ, മലക്കപ്പാറ, അങ്ങനെ തിരിച്ച് ആതിരപ്പള്ളി എത്തി. പക്ഷേ നമുക്ക് ഈ മൃഗങ്ങളുടെ സൈറ്റിംഗ് ഒക്കെ കിട്ടിയത് നമ്മുടെ മറയൂരിൽ നിന്ന് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. സമയം ഇപ്പോൾ 6:45. ഞങ്ങൾ വീട്ടിൽ നിന്നും രാവിലെ കറക്റ്റ് 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അങ്ങനെ 12 hours കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എത്ര സമയം ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്നത് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. കാട്ടിൽ അങ്ങനെ വണ്ടി നിർത്താനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടത്തിൽ തന്നെ കണ്ട സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ പോരുമായിരുന്നു. അപ്പം അവസാനമായിട്ട് ഞങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടതെല്ലാം ഞങ്ങൾക്ക് കണ്ടത്രയും ബോണസ് അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാവരും ഹാപ്പി ആയില്ലേ? ഈ വണ്ടിയിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. ധർമാച്ചി ഹാപ്പി? നമ്മളെല്ലാവരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരിക്കലെങ്കിലും ഈ റൂട്ടിൽ ഒന്ന് പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. അതിഘോരമായ വനം എന്ന് തന്നെ വേണം പറയാം. നമ്മുടെ ഈ വാഴച്ചാലിയിൽ നിന്ന് കയറുന്ന ആതിരപ്പള്ളിയിൽ നിന്ന് കയറി വാഴച്ചാലി കൂടി മലക്കപ്പാറ വരെയുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല. അത്രയ്ക്കും നല്ല നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ മേടിച്ചിരിക്കും, അത് ഉറപ്പാണ്. അതിനുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. കാരണം ആനയൊക്കെ റോട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ വണ്ടി ഒന്ന് തിരിക്കാനോ ഒരു പരിപാടി നടക്കത്തില്ല. അത്രയ്ക്കും അങ്ങനത്തെ ഒരു കാടാണ്. അപ്പം പോകാത്തവർ തീർച്ചയായിട്ടും പോകണം. ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ബൈ ബൈ.